വ്യായാമം ചെയ്യണ ഇവനാ. കൊള്ളാളിയാ, കൊള്ളാം കൊള്ളാം കൊള്ളാം, ഗംഭീരമുണ്ട്. എടാ ഇതുപോലെയൊക്കെ ചെയ്യണം ഇടയ്ക്ക്. മറ്റേ നിന്റെ ശരീരത്തിലെ ഞരമ്പുകളൊക്കെ ഇങ്ങനെ ചുരുണ്ടിരിക്കുക മടി പിടിച്ചിട്ട്. ഇതിങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരിത്തിരി രക്തോട്ടൊക്കെ വന്നിട്ട് തലച്ചോറിലേക്ക് കയറി കഴിയുമ്പോൾ നല്ല ബുദ്ധി തെളി. ബുദ്ധി തെളിയല്ലേ? എനിക്കറിയാം അത് വേണമെന്ന്. നിന്നെ പോലുള്ള കുരുട്ട് ബുദ്ധികളുടെ ഇടയിൽ ജീവിക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധി കൂടുതൽ വേണമെന്ന് എനിക്കറിയാം. എടാ നിന്നോട് നല്ലതും പറഞ്ഞൂടാ ചീത്തയും പറഞ്ഞൂടാ, നീ എന്താടാ ഇങ്ങനൊരു സാധനമായി പോയത്? എൻ്റെ അളിയാ, നിനക്ക് ഇറച്ചിയോട് ഇത്ര താല്പര്യം ഞനക്ക് ഞാൻ 2 കിലോ വാങ്ങിച്ചില്ല. നീ എന്തിനാണ് വെറുതെ എൻ്റെ ശരീരം തിന്നുന്നത്? രാവിലെ നിനക്ക് വേറെ ഒരു പണിയില്ല. എടാ ഇത് നല്ലതാണെന്ന് പറഞ്ഞല്ലേ ഞാൻ. ഇത് നല്ലതാണെന്ന് അറിയാന്നുള്ളതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ ക്ലീറ്റോയിക്കൊണ്ട് കേട്ടോ. എന്നാ പിന്നെ നിർത്തിക്കോ, എന്നാ ഇനി കൂടുതൽ ചെയ്യണ്ട. ഒരു കാര്യം സ്വസ്ഥമായിട്ട് വീട്ടിൽ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ. അതെ ഇപ്രാവശ്യം ക്രിസ്മസ് എന്താ പരിപാടി? നോക്കിവാ ക്രിസ്മസിന് എന്താ പരിപാടിന്ന്? ക്രിസ്മസിന്റെ പരിപാടികളൊക്കെ അതിന്റെ രീതിക്ക് അങ്ങ് നടക്കും. ഇവന്റെ പറച്ചിൽ കേട്ടാത്തൊന്നും കർത്താവ് ഇറങ്ങിയ പിന്നുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണെന്ന്. അല്ല നടക്കുന്ന നീ അങ്ങനെ ഉറപ്പിച്ച് പറയുന്നതിന് ഞാൻ പറഞ്ഞുള്ളതുകൊണ്ടല്ലേ. എന്താ ക്രിസ്മസ് എങ്ങനെ ആഘോഷിക്കണമെന്നൊരു പാലാക്കാരനോട് നീ ചോദിക്കണ്ട. ആഘോഷങ്ങൾ അതിന്റെ രീതിക്ക് നടക്കും. അതെ ആഘോഷങ്ങളൊക്കെ ഗംഭീരമായിട്ട് ഞാൻ നടത്താറുണ്ട്. ഓണവും വിഷുവും ക്രിസ്മസും ഒക്കെ ആഘോഷിക്കും. നീ ചുമ്മാ വന്ന് തിന്നങ്ങ് പോകും. അങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചതാണ്. അല്ല കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് എന്തേ രണ്ടുപേരോട് ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവസാനം എല്ലാം കൂടെ എന്റെ തലയിൽ വന്നില്ലേ? എന്താ പറഞ്ഞത്? അങ്ങനെ പാ തുറന്ന 24 മണിക്കൂറും പറയാം ആങ്ങള ആങ്ങള ആങ്ങള. എടേ അവൻ ആ വിചാരം ഉണ്ടെങ്കിൽ ഇപ്പൊ അവൻ തിന്നതിന്റെ കണക്ക് പറയുമോ? എടാ നാണം ഉണ്ടോ? സ്വന്തം പെങ്ങളും അവളുടെ കുട്ടിയും നല്ലൊരു ഓണത്തിന് വന്ന് 2 പറ്റ് തിന്നതിന്റെ കണക്ക് പറയാൻ നാണം വേണോടാ നാണം. അവൻ അങ്ങനെ ഓർത്തൊന്നും പറയണ. പിന്നെന്താ അവൻ പറഞ്ഞത്? ഇപ്പൊ അവന്റെ പറച്ചിൽ കേട്ടതൊന്നും നമ്മൾ 24 മണിക്കൂർ അവന്റെ വീട്ടിൽ കയറി തിന്നോണ്ടിരിക്കുകയാണെന്ന്. അപ്പൊ ഇപ്രാവശ്യം ഞാൻ തന്നെ കയ്യിൽ നിന്ന് പൈസ ഇടണം. അതെ എന്റെ പൊന്നളിയോ, ദയവ് ചെയ്ത് ഈ ക്രിസ്മസ് അളിയൻ 5 പൈസ ഇതിനു വേണ്ടി ചെലവാക്കരുത്. അയ്യോ ഈ ക്രിസ്മസ് ക്ലീറ്റോ അന്തസ്സായിട്ട് നടത്തും. പിന്നെ അവനൊരു തമാശ പറഞ്ഞത് ചൂടാവണ. ആര് തമാശ പറഞ്ഞത്? അവൻ തമാശ ആയിരിക്കും പറഞ്ഞത്. പക്ഷെ ക്ലീറ്റോ പറഞ്ഞത് കാര്യമായിട്ടാണ്. ഈ ക്രിസ്മസ് ക്ലീറ്റോയുടെ ചെലവിൽ ആഘോഷിക്കും. വെറുതെ വേണ്ടാത്ത കാര്യങ്ങളെ ഏൽക്കാൻ നിൽക്കണ്ട ക്ലീറ്റസ്. നടക്കില്ല അത്. ഞാൻ തന്നെ അവസാനം കയ്യിൽ നിന്ന് പൈസ വേണ്ടി വരും. മതി, ഇത് ക്രിസ്മസ് ആണ്. ഇത് ഞങ്ങളുടെ ആഘോഷം. അതിൽ നിങ്ങളെ കൂടെ ഞാൻ ക്ഷണിക്കും. അപ്പൊ വന്ന് അതിൽ നിന്ന് പങ്കു ചേർന്ന് സന്തോഷമായിട്ട് നടത്താൻ സഹായിച്ചാൽ മതി. വേറെ പൈസ എന്ന് പറഞ്ഞ ഒരു പൈസ ഇവിടെ ചെലവാക്കരുത്. ആരൊക്കെ ക്ഷണിക്കണം? മാവനുണ്ട്, പിന്നെ നിന്റെ കൂട്ടുകാരൻ ബാസിൽ, പിന്നെ എന്റെ കൂട്ടുകാരൻ അൻസാർ, മറ്റേ നടരാജൻ, പാർട്ടി പ്രവർത്തകർ, നിന്റെ ഈ ഓഫീസിൽ എല്ലാരും വിളിച്ചോ? എല്ലാരും വിളിച്ചോ. അതെ പറ്റുന്ന ആളുകളെ മാത്രം വിളിച്ചാൽ മതി. 2 വീട്ടുകാരുണ്ട്, 2 വീട്ടുകാരും മതി. ബാസിലും കൂസിലും ഒന്നും വേണ്ട. ആഘോഷത്തിന്റെ രീതിക്ക് തന്നെ നടക്കും. വെറുതെ വാശിക്ക് നിൽക്കണ്ട. വെറുതെ പറഞ്ഞാടാ, നീ തന്നെ നോക്കിയാൽ മതി. ഈ കാര്യത്തിൽ ക്ലീറ്റോയ്ക്ക് ഇച്ചിരി വാശിയുണ്ട് കേട്ടോ. നീ അവൻ എങ്ങാനും വല്ല പൈസ ചെലവാക്കിയിട്ട് അടുത്ത ക്രിസ്മസിന് അവൻ പറഞ്ഞു തുടങ്ങും ഞാൻ അന്ന് ചെലവാക്കില്ല. എന്തിനാ കണക്ക് കേൾക്കാൻ നിൽക്കണം നമ്മള്? മിണ്ടേണ്ടതങ്ങാം. ഇത് ക്ലീറ്റോയുടെ വാശിയാണ്. എടാ അതിനൊക്കെ പൈസ വേണ്ട. നിന്റെ കയ്യിൽ എവിടെ പൈസ? പൈസ വരും. അത് വരാനുള്ള വഴി ക്ലീറ്റോയ്ക്ക് അറിയാം. അത് ഉണ്ടാക്കുകയും ചെയ്ത് ആഘോഷിക്കുകയും ചെയ്യും കേട്ടോ. നീ അതിനെ കുറിച്ച് ആലോചിച്ച് ഇതാവണ്ട. അപ്പൊ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് നീ ആഘോഷിക്കും? ചെലവ് നിന്റെ വക. എന്റെ വക. ഈ ക്രിസ്മസ് ഗംഭീരമായിട്ട് ഇവിടെ ആഘോഷിക്കും. നിങ്ങൾക്ക് നിനക്ക് ആരെങ്കിലും വിളിക്കണ്ടെങ്കിൽ വിളിച്ചോ, എല്ലാരെയും വിളിച്ചോ. ഇത് ക്ലീറ്റോയുടെ വെല്ലുവിളിയാണ്. എങ്കിൽ നടത്തി കാണിക്കടാ. അങ്ങനെ തന്നെ വേണ്ടത്. അതല്ലേ കാണിക്കോളിയാ, കാണിച്ചു തരാം. നീ വന്ന് പങ്കെടുത്താ മതി. അയ്യോ ഉറപ്പായിട്ടും. നീ എങ്ങാനും അതിന് മുടക്കം വന്ന ക്ലീറ്റോ ഈ ഭൂമിയിൽ ഇല്ലാന്ന് വിചാരിച്ചോ? അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞു കളയരുത്. അങ്ങനെ പറഞ്ഞു കളഞ്ഞാടാ നോക്ക്. എനിക്ക് ആകെ ഒരു പെങ്ങളേ ഉള്ളൂ. എനിക്ക് വേറെ അളിയനെ നോക്കേണ്ടി വരും. പിന്നെ മനസ്സിരിപ്പ് അതാണെന്ന് എനിക്കറിയാലോ. അതിനുള്ള വെള്ളം ഒന്ന് വാങ്ങി വെച്ചോ. ഈ തങ്കം ഉണ്ടല്ലോ, അത് ഈ ക്ലീറ്റോയ്ക്ക് ഉള്ളതാ. അപ്പൊ ആ ഭാഗ്യം എനിക്കില്ല. ആ ഭാഗ്യം നിനക്ക് ഉണ്ടാവൂല. ക്ലീറ്റോ അതിവിടെ ആഘോഷിച്ച് കാണിച്ചു തരും. നിനക്കുള്ള മറുപടി ഉണ്ടല്ലോ, ക്രിസ്മസ് കഴിയട്ടെ, ആഘോഷം കഴിഞ്ഞിട്ട് ഞാൻ തരുന്നതാണ്. രാവിലെ ഇവിടെ നിന്നാലേ ശരിയാവൂല. മതി. അപ്പൊ എക്സസൈസ് നിർത്തിയാ? നിന്റെ കുരുട്ടിനൊക്കെ ഇത്രയും ബുദ്ധി മതി എനിക്ക്. മതിയല്ലേ? കർത്താവ് ഒരു ദിവസതയില്ലാത്തൊരു വീട് തന്നെ. ഒരു കാര്യവും ചെയ്യാറുണ്ട്. അതെ ക്ലീറ്റോടെ നിന്നേ. വെല്ലുവിളിയൊക്കെ ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ. ഇനി കാശ് എവിടെ നിന്ന് ഉണ്ടാക്കാതും കൂടി എന്ന് പറഞ്ഞേ. വെല്ലുവിളിച്ചത് ഞാനല്ലേ? അതെ, കാശ് ഉണ്ടാക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തം. അത് ഞാൻ ഉണ്ടാക്കും. ഉണ്ടാക്കി ഇത്രയും വരെ ആയല്ലോ. എനിക്ക് ഉറപ്പാ ഇത് എന്റെ തലയിൽ തന്നെ വന്ന് വീഴും. എന്റെ കർത്താവേ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചാൽ ഉടനെ അതിനെ ഇടം കോലിട്ട് നിന്നോളൂ. നീ
എനിക്കൊന്ന് ആലോചിക്കാനുള്ള ഒരു സമയം എന്താ? ഞാനൊന്ന് ആലോചിച്ചോട്ടെ എങ്ങനെ ബുദ്ധിപൂർവ്വം കാശുണ്ടാക്കാന്ന്. ബുദ്ധിയോ? ചിരിക്കല്ലേ ചിരിക്കല്ലേ, നിന്റെ വളിച്ച ചിരി, നിന്റെ ഈ പിന്തിരിപ്പ സ്വഭാവം ഉണ്ടല്ലോ, അതിനാണ് എന്നെ ഇതുവരെ എങ്ങും എത്താൻ പറ്റാത്ത എന്നാ പറ, കാശ് എവിടെന്നാ നിങ്ങൾക്ക്? അവനവന്റെ കഴിവിനനുസരിച്ചല്ലേ ക്ലീറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. എനിക്ക് ഇച്ചിരി കാശ് വരാനുണ്ട്, അതെനിക്കറിയാം, അത് വരും. കൊറേ നാളായി വരാൻ തുടങ്ങിയിട്ട് ഇനി ആ കാശ് വരൂല. അത് റോട്ടിൽ അവിടെ നിന്ന് പോയി ആ കാശ്. പിന്നെ കല്യാണം കഴിച്ച നാള് മുതൽ കേൾക്കണ കാശ് വരാനുണ്ട്, കാശ് വരാനുണ്ട്. എവിടെന്ന്? ഞങ്ങള് പൊതുപ്രവർത്തകരാകുമ്പോ സർക്കാർ വഴിയുള്ള കാര്യങ്ങളിൽ പല രീതിയിലും ഫണ്ടുകൾ വരാനുണ്ട്. അതൊക്കെ വരാൻ അതിന്റെ സമയം എടുക്കും, അത് ഇച്ചിരി വൈകും. അതിന് മുന്നേ ആരെങ്കിലും എവിടെന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം. അതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാ നീ ഈ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കടം മേടിക്കണതല്ലേ, കിട്ടൂല, ഒരാളും തരില്ല. പിന്നെ ക്ലീറ്റോ ചോദിച്ചാൽ കടം തരാൻ. ഇപ്പൊ ഇത് എന്തിന്റെ ആവശ്യമായിരുന്നു? അവര് രണ്ട് മൂന്ന് പേരും ഉണ്ട്, നമ്മളും ഉണ്ട്. അത്യാവശ്യമാണ് ഈ ക്ലീറ്റോനെ ആരെങ്കിലും വിളിക്കാൻ. നമുക്ക് ഇവിടെ നമ്മുടെ വീട്ടില് ചെറുതായിട്ട് ആഘോഷിച്ചാൽ മതിയായിരുന്നില്ലേ? അയ്യോ എടി, ആഘോഷം എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ആഘോഷമായിരിക്കണം. അതിപ്പോ ഒരാളും രണ്ടുപേർക്ക് ഉണ്ടാക്കണത് ഒരു 10 പേർക്ക് ഉണ്ടാക്കണത് ഒക്കെ ഒരുപോലെ തന്നെ. 2 പേരുടെ അരി കൊണ്ട് 10 പേർക്ക് കഴിക്കാൻ പറ്റുമോ മനുഷ്യ? 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിച്ച കർത്താവിന്റെ അനുയായികളാണ് ഞങ്ങള്. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം. എന്താ ക്ലീറ്റോ ഇങ്ങനെ വിടുവായിത്തരം തന്നെ പറയണത്? നിങ്ങൾ എന്താ ഇവിടെ നടത്തിയിട്ടുള്ളത്? ഇവിടെ എന്താ നടക്കാതിരുന്നിട്ടുള്ളത്? ഇവിടെ ഇതുവരെ നടന്ന ആഘോഷങ്ങളൊക്കെ അന്തസ്സായിട്ട് തന്നെ നടന്നിട്ടുള്ളത്. എങ്ങനെയായാലും അത് നടന്നിട്ടുണ്ടല്ലോ. നടന്നിട്ടുണ്ട്. നിങ്ങൾ രാവിലെ എല്ലാ ദിവസവും പണിക്ക് പോകണ്ടല്ലോ, എന്നിട്ട് അവിടുന്ന് എല്ലാ ദിവസവും 1000 രൂപ ഇത് എന്റെ കൈ കൊണ്ട് തരുന്നുണ്ട്. ഞാൻ ഈ സാധനം ചവിട്ടില്ലെങ്കിൽ എങ്ങനെ നടക്കും? അതെ, നീ ചവിട്ടാതിരിക്കുക. ഇതിപ്പോ ഞാനാണ് വാക്ക് കൊടുത്തേക്കണം, അത് പാലിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കറിയാതെ എങ്ങനെ ചെയ്യണം. ഒരു വെറുതെ ഒരു പെറ്റല്ലേ, അത് അങ്ങ് കണ്ടില്ല എന്ന് വെച്ചാൽ മതി. നമുക്ക് 3-5 പേർക്ക് കൂടി ഇവിടെ അങ്ങനെയൊക്കെ കണ്ടില്ല എന്ന് വെക്കാനേ മൂക്കിന് താഴെ ഈ മീശ എന്ന് പറയുന്ന ഒരു സാധനം ഇരിപ്പുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇപ്പൊ അതാണ് ഇത്ര വലിയ പ്രശ്നമെങ്കിൽ നമുക്ക് അതങ്ങ് വടിച്ചു കളയാൻ ക്ലീറ്റോ. എന്നാലും ഇത്രയും ചെലവ് വരില്ലല്ലോ. ഓടിയോളൂ. ഇങ്ങനെ ഒരു ഭാര്യ എന്തിനാണ് നീ ആ നടരാജനെ കണ്ടുപിടിക്കും. അവന്റെ ഭാര്യ ഉണ്ടല്ലോ, എന്ത് കാര്യം ഉണ്ടെങ്കിലും കൂടെ നിൽക്കും. അങ്ങനെ ഉള്ളതാണ് യഥാർത്ഥ ഭാര്യ. ഒരു കാര്യം ചെയ്യാം, നടരാജന്റെ ഭാര്യനെ കുറച്ച് ദിവസം ഇവിടെ കൊണ്ടുവന്ന് നിർത്തിക്കും. എനിക്ക് കുറച്ച് ദിവസത്തേക്കെങ്കിലും ഒന്ന് മാറി നിൽക്കാൻ പറ്റും. അയ്യോ, നിന്റെ കൂടുതൽ വിളിച്ച തമാശയൊക്കെ എനിക്ക് സമയമില്ല. ഇതിപ്പോ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം കേട്ടാ. ഞാനല്ലേ വാക്ക് കൊടുത്തത്, ഇത് ആഘോഷം ഗംഭീരമായിട്ട് പറഞ്ഞ പോലെ ഞാൻ നടത്തും. അറിയാത്ത പിള്ള ചൊറിയും പറയും. അങ്ങനെ വരുമ്പോഴേ ഞാൻ കുത്തിരുന്ന് ചൊറിഞ്ഞോളാം. നിന്റെ സഹായം വേണ്ട. ക്ലീറ്റോ, ഞാൻ പറയണ കേക്ക് ക്ലീറ്റോ. ഒന്ന് ഇത് വായിക്കുന്നേ ക്ലീറ്റോ. ഇനി അത് നടന്നില്ല എന്ന് പറഞ്ഞ എന്റെ അടുത്തോട്ട് വന്ന 10ന്റെ പൈസ ഇല്ലാട്ടോ എന്റെ കയ്യില്. പറയാ, നീ വാ ഇങ്ങോട്ട്. നീ ഓരോ തവണ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് വരും. ഇപ്പൊ എന്തോ നിന്റെ പ്രശ്നം? സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കനകനും ഞാനുമായിട്ട് 1-2 പറഞ്ഞു നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷത്തിനെ കുറിച്ച്. അപ്പൊ അവൻ എന്നെ ഒരുപാട് അങ്ങ് കൊച്ചാക്കി. എന്റെ ഭാര്യയുടെയും എന്റെ കുടുംബത്തിനും മുമ്പ് വെച്ച് എന്നെ മോശക്കാരനാക്കിയാൽ എനിക്ക് സഹിക്കില്ലല്ലോ. അപ്പൊ ഞാൻ ഈ പ്രാവശ്യം ഒരു വെല്ലുവിളി കൊടുത്തിട്ടാ വന്ന, ഈ ക്രിസ്മസ് ക്ലീറ്റസിന്റെ ചെലവിൽ ആഘോഷിക്കും. അപ്പൊ അതിന് ഞാൻ പറഞ്ഞില്ല, ഇനി അതിൽ നിന്ന് ഞാൻ പിന്മാറാനില്ല. അപ്പൊ എനിക്ക് എന്ത് വില കൊടുത്ത് ആ ക്രിസ്മസ് ആഘോഷം നടത്തണം. അപ്പൊ അതിനായിട്ട് ഒരു ഇച്ചിരി പൈസ എനിക്കൊന്ന് മറിക്കണേ. ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ. നിന്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ആവാത്ത കാര്യങ്ങൾ കയറി ഏക്കരുത്. നീ വെല്ലൊക്കെ വെല്ലുവിളിക്കേണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ? നീ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ചിട്ട്, പ്രത്യേകിച്ച് ക്രിസ്മസ്, ആ ഓണത്തിന് അവൻ പൈസ ചിലവാക്കിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ കണക്കൊക്കെ പറഞ്ഞപ്പോൾ എനിക്കങ്ങ് ആകെ ഒരു ഇതായിപ്പോയി. നമ്മളാണല്ലേ, മുഖത്തൊരു മീശ ഉണ്ടായിപ്പോയില്ലടാ. പ്രശ്നം പൈസയാണ്. അപ്പം എനിക്കൊരു 20,000 രൂപ എങ്ങനെയാലും മറിച്ച് തന്നേ പറ്റും. നീ ക്ലീറ്റസിനെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, നാട്ടിലെ പ്രമുഖ നേതാവല്ലേ, അറിയാം. എന്താണ് പിന്നെ വിശേഷം? സുരേഷ്, ഞാൻ വന്നത് വളരെ അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ക്ലീറ്റസിന്റെ ആലിയന്റെ ഒരു ഓപ്പറേഷൻ കേസായിട്ട് ഒരു 20,000 രൂപ അത്യാവശ്യം നീ സംഘടിപ്പിക്കാൻ പറ്റും. ഫൈൽസിന്റെ ഒരു ഓപ്പറേഷൻ ഉണ്ട് അളിയൻ. പെട്ടെന്നൊന്ന് ടൈറ്റ് ആയിപ്പോയി, അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ അടുത്ത് ചോദിക്കണ കൂട്ടത്തിലല്ല, അവനറിയാം. 20,000 അല്ലേ? 20,000 രൂപ. ഇന്നൊക്കിപ്പോ എന്തായാലും എനിക്ക് എളുപ്പമല്ല. 2 ദിവസം കഴിഞ്ഞിട്ട് മതിയാവോ? മതി 2 ദിവസം കഴിഞ്ഞ് മതി. ഞാൻ ഉറപ്പല്ല പറയുന്നത്, എങ്കിലും ഞാൻ ട്രൈ ചെയ്യാം. ഒരു കാര്യം ചെയ്യാൻ സാറേ, എടാ ഒരു അക്കൗണ്ട് നമ്പർ അയച്ചാൽ. സുരേഷ്, നീ അങ്ങനെ പറഞ്ഞാൽ പോരാ, നീ അത് നടത്തി തരണം. ഞാൻ വളരെ അത്യാവശ്യമായ ഒരു കേസായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ നേരിട്ട് വരില്ലെന്ന് നിനക്കറിയാമേ. ഓക്കെ, തീർച്ചയായും. അപ്പൊ ഞാൻ അക്കൗണ്ട് നമ്പർ അയച്ചേക്കാം. നമുക്ക് ഒരു 10 ദിവസം കഴിഞ്ഞാൽ തിരിച്ചെടുക്കാം. അപ്പൊ ഞാൻ അക്കൗണ്ട് നമ്പർ അയച്ചേക്കാം. ഓക്കെ, ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, നീ ട്രൈ ചെയ്യണം. നീ ഉപേക്ഷ വിചാരിക്കരുത്, ചെയ്തു തരണം. ഓക്കെ.